Harmonic motion. SHM. An oscillating particle is said to execute SHM if the restoring force on a particle at any instant of time is directly proportional to displacement from the mean position and always directed towards the mean position. ഒരു ഓസിലേറ്ററി പാർട്ടിക്കിളിൻ്റെ അത് SHMലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് മീൻ പൊസിഷൻ്റെ ഭാഗത്തേക്കായിരിക്കും എന്നുള്ളതാണ് ഇതിനെ നമുക്ക് SHMലാണ് എന്ന് പറയാം. അപ്പോൾ ഇതിന് മറ്റൊരു രീതിയിൽ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാം. SHMന് നമുക്ക് സിമ്പിളായിട്ട് SHM എന്ന് പറയുന്നുണ്ടെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മെയിൻ പൊസിഷൻ ആൻഡ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മെയിൻ പൊസിഷൻ. റെസ്റ്റിലുള്ള സമയത്ത് ഇതിനെ നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്ത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് എങ്ങോട്ട് വരാനുള്ള നമ്മൾ ഈ കൈ ഇവിടെ നിന്നാണ്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുമോ? വീണ്ടും ഇങ്ങോട്ട് പോകും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, വീണ്ടും ഇങ്ങോട്ട്, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ SHM എന്ന് പറയുന്നത് ഈ നമ്മൾ ഇങ്ങോട്ടൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, ഇനി മറ്റൊരു കേസ് നോക്കിയൊക്കെ ഒരു സ്പ്രിങ് എടുക്കുകയാണ്. ഒരു സ്പ്രിങ്ങിൽ നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്തു. ഇത് നമ്മൾ റെസ്റ്റിലുള്ള സമയം ഈ പൊസിഷനെ നമ്മൾ പറയുന്ന പേരാണ് മെയിൻ പൊസിഷൻ. ഇത് നമ്മളൊന്ന് കംപ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊന്ന് നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇങ്ങോട്ടാണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്ടാകുക? ഇതിനുള്ളിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് ഇത്രയും ഭാഗത്തേക്ക് എത്തി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, തിരിച്ചിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, നമ്മൾ കൂടുതലായിട്ട് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ഫോഴ്സിൽ തിരിച്ചു വരും. നമ്മൾ വളരെ ചെറിയ ഫോഴ്സിലാണ് കംപ്രസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ചെറിയ റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിൽ ഡെവലപ്പ് ചെയ്യും. ഈ സ്പ്രിങ്ങിനെ നമ്മളൊന്ന് വലിച്ചു വെക്കുകയാണെന്ന് കരുതുക. ഇങ്ങോട്ട് വലിച്ചു വെച്ചു, വളരെ വലിയ ദൂരത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടുകയാണ് മെയിൻ പൊസിഷനിൽ. അപ്പോൾ അതിന് കൂടുതൽ ഫോഴ്സ് എന്തിലേക്ക് ഡെവലപ്പ് ചെയ്യും? ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യാനുള്ള ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് SHM എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ SHMനെ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതാം. F പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ X എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ F ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു X എന്ന് എഴുതാം. ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സ്പ്രിങ്ങിൻ്റെ കേസ് തന്നെ നോക്കി നോക്കുക. സ്പ്രിങ്ങിന് നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അത് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളൊരു നെഗറ്റീവ് സൈനും കൂടെ അവിടെ ഇട്ട് കൊടുത്തു. ദെൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് F ഈക്വൽ ടു ma എന്ന് എഴുതാം. ദെർഫോർ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ma ഈക്വൽ ടു മൈനസ് kx എന്ന് എഴുതാം. ദാറ്റ് ഈസ് a ഈക്വൽ ടു മൈനസ് k ബൈ m ഇൻറ്റു x. ഈ k ബൈ m എന്ന് പറയുന്ന ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് നമുക്കെങ്ങനെ എഴുതാം? ആക്സിലറേഷൻ, ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്ന് പറയാം. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സൈൻ ഫങ്ഷൻ ആയും കൊണ്ടോ അല്ലെങ്കിൽ കൊസൈൻ ഫങ്ഷൻ ആയും കൊണ്ടോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റിനെ
സൈൻ ഫംഗ്ഷനായിട്ടോ കൊസൈൻ ഫംഗ്ഷനായിട്ടോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ SHM. ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ ഉള്ള ഓരോ ക്വാണ്ടിറ്റികളും നമുക്ക് പരിചയപ്പെടാം. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ടി ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് ഓഫ് ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം ടി. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി മീൻ പൊസിഷൻ. അപ്പോൾ നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സൈൻ ഫംഗ്ഷനോ കൊസൈൻ ഫംഗ്ഷനോ ആയിരിക്കും. സൈനിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരിക. കൊസൈൻ ആണെങ്കിൽ ഇങ്ങനെയാണ് കൊസൈൻ ഫംഗ്ഷനും വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഈ വരയ്ക്കുന്ന ഇതിൽ എന്താണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് എ ആണ് അതിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്, ഓർ ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഫേസ് കോൺസ്റ്റൻ്റ് ഓർ ഇനീഷ്യൽ ഫേസ് എന്ന് പറയാം. ദെൻ ഒമേഗ ടി പ്ലസ് ഫൈനെ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2π/t ടൈം പീരീഡ് കിട്ടിയാൽ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി കണ്ടെത്താം. ഇത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതുപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചോദിക്കാം. വേർ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ ഫ്രീക്വൻസി, ഇത് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ എന്താണ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ആ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ സൂചിപ്പിക്കുന്നതാണ് ഫേസ് എന്ന് പറയുന്നത്.